പിന്നെ സ്നേഹതീരത്തിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തരാൻ തുടങ്ങി. പിന്നെ ബ്രദർ എല്ലാ ദിവസവും തലക്ക് കഴി വെച്ചും നമ്മുടെ ശരീരം സൗഖ്യം വരാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥനയെ കൂടിയ എൻ്റെ ശരീരത്തിന് തന്നെ ഒരു മാറ്റം, എനിക്ക് ജോലി ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നു തുടങ്ങി. പിന്നെ മറ്റുള്ള തെറ്റിലോട്ട് പോകാതെ അധ്വാനത്തിൽ കൂടിയ നല്ലവനായി ജീവിക്കണമെന്നുള്ളൊരു വിചാരം സ്നേഹതീരത്തിൽ നിന്നും എനിക്ക് മനസ്സിലോട്ട് സന്ദേശം പോലെ, നമ്മൾ ഈ സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഒരു സന്ദേശം പോലെ എൻ്റെ മനസ്സിലേക്ക് കിട്ടി. അതിനുശേഷം ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. കുഴപ്പങ്ങളൊന്നുമില്ല. 2014 എൻ്റെ വിവാഹം. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് യാതൊരു അസുഖങ്ങളോ ഒന്നും വരാറില്ല. ഇന്നും എനിക്ക് ജോലി ചെയ്യണമെന്നുള്ള ഒരു കരുത്ത് ആ സ്നേഹതീരത്തിലെ പ്രാർത്ഥന കൊണ്ട് ഇന്നും നിലനിന്ന് പോകുന്നുണ്ട്. പിന്നെ ബ്രദറായിട്ട് തന്നെ ഒരുപാട് സഹായങ്ങൾ മറക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ ഉമ്മച്ചൻ പറയുന്ന ബ്രദറിനെയും അവരെ പ്രയറിന് വരുന്ന ആൾക്കാരും എല്ലാവരും കൂടി ഒരുപാട് നല്ല കാര്യങ്ങളും പ്രാർത്ഥനയും എനിക്ക് വേണ്ടി ചെയ്ത് ഇവിടം വരെ എന്നെ എത്തിച്ചത് തന്നെ ഈ ലോകം സൃഷ്ടിച്ച നാഥനാണ് ദൈവം. കഴിഞ്ഞിടയ്ക്ക് രാജേന്ദ്രൻ ഞങ്ങളുടെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ വീടാകപ്പാടെ ഇടിഞ്ഞ് കിടക്കുകയാണ്, ഒരു നല്ലൊരു ബാത്റൂമില്ല, മുറിയെല്ലാം ഷീറ്റെല്ലാം പൊട്ടിയിട്ട് ചോരുകയാണ്. അപ്പോൾ നമ്മൾ ആ വീട് പോയി കാണുകയും ആ വീട് റെഡിയാക്കി കൊടുക്കുവാനായിട്ടൊരു സാഹചര്യം. ഞാൻ ചിന്തിച്ചതാണ്, രാജേന്ദ്രൻ്റെ സഹോദരങ്ങളുണ്ട്, രാജേന്ദ്രൻ്റെ കുടുംബമുണ്ട്, രാജേന്ദ്രൻ്റെ ഭാര്യയ്ക്ക് മാതാപിതാക്കളുണ്ട്. എങ്കിലും അവരുടേതായൊരു പ്രശ്നം ഷെയർ ചെയ്യുവാനായിട്ടുള്ളൊരു തുറവി ഞങ്ങളിൽ നിന്നും രാജേന്ദ്രൻ കണ്ടെത്തുന്നു. ആ ഒരു മനസ്സാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ മകനാണെന്ന് തന്നെ പറയുന്നതിൻ്റെ കാര്യം അതാണ്. ഇപ്പോൾ ജീസസ് ഫ്രട്ടേണിറ്റി പ്രവർത്തകരാണെങ്കിലും സ്നേഹതീരത്തിൻ്റെ പ്രവർത്തകരാണെങ്കിലും നമ്മൾ പറയും, നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു ജയിൽ വിമോചനായ ഒരു മകനെ സ്വന്തം മകനായിട്ട് കണ്ടത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നത്, അപ്പോൾ പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, പോയി തെണ്ടി കാശ് മേടിച്ച് വേണം മക്കളുടെ കാര്യങ്ങൾ. എൻ്റെ സ്ഥാപകർ വരെ അങ്ങനെ പറയും. അപ്പം ഞാൻ പറയും, എൻ്റെ കരിപ്പയിൽ വെച്ചാൽ എനിക്കങ്ങനെ തെണ്ടി കാശ് മേടിക്കാനായിട്ട് എനിക്കറിയത്തില്ല. കാരണം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ച് ചിലവഴിക്കുമ്പോഴാണ് എനിക്കതിൻ്റെ സുഖമുള്ളത്. മറ്റുള്ളവർ മുമ്പിൽ പോയി തെണ്ടി മേടിക്കുമ്പോൾ അത് മകനെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ മകനാണ്, എൻ്റെ മകനാണെന്ന് പറയുമ്പോൾ ആ മകന് വേണ്ടിയിട്ട് അധ്വാനിച്ച് ജീവിക്കണം എന്നൊരു കാഴ്ചപ്പാട് നമുക്കുണ്ട്. തിരുവനന്തപുരംകാരനൊരു പയ്യനൊരു ബിജു നമ്മുടെ അടുത്ത് വന്ന് താമസിച്ച, ചെറുപ്പത്തിലെ തന്നെ അവൻ തിരുവനന്തപുരം പട്ടണത്തിൽ ഉപേക്ഷിക്കപ്പെട്ടൊരുത്തിന്. അപ്പോൾ അവൻ്റെ ഒരു ജീവിതാനുഭവം എന്ന് പറഞ്ഞാൽ അവൻ വളരെ ചെറുപ്പത്തിലെ തന്നെ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടവനാണ്. അവനും അവൻ്റെ സഹോദരി ആരെല്ലാമോ സഹോദരിയെ ഒരു ഓർഫണേജുകാരെ ഏറ്റെടുത്ത് അവിടെ നിർത്തി വളർത്തി. അവൻ ജീവിതത്തിൽ ഓരോ പ്രാവശ്യം ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴും ശരിക്കും വലിയ വലിയ തെറ്റുകൾ ചെയ്ത് കൊട്ടേഷൻ ടീമിലൊക്കെ അംഗമായിട്ടൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ശരിക്കും സങ്കടത്തോടു കൂടി നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറയാം. എനിക്കൊന്ന് മാറാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷേ സമൂഹത്തിലേക്ക് വീണ്ടും കൂട്ടുകെട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിയുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് വീണ്ടും ക്രിമിനൽ പശ്ചാത്തലം കടന്നു വരികയും ആ ക്രിമിനൽസുമായിട്ടുള്ള സഹകരണം വീണ്ടും അതിനെ കുറ്റവാളിയാക്കി തീർക്കുകയും ചെയ്യും. ലാസ്റ്റ് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ജയിലിൽ പോകാനൊരു സാഹചര്യം, ഒരു പെട്രോൾ പമ്പിലെ ബാഗ് മോഷ്ടിക്കാൻ പ്ലാൻ ചെയ്തു. അവർ മോഷ്ടിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തിയ ഒരു സാഹചര്യം. പക്ഷേ ബാഗ് എടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ ക്യാഷർ കയറി അവൻ്റെ കയ്യെ കയറി പിടിക്കുകയും പെട്ടെന്ന് പുറകിലിരുന്നവൻ അവൻ്റെ കൈക്ക് പിടിച്ച് കൈ വെട്ടി കൈ ദൂരെ അറിയുകയും ബാഗ് എടുക്കുകയുമാണ് ചെയ്തത്. ഈ കേസിൽ അവനകത്തുണ്ടായ ഒരു മാനസികാവസ്ഥ, പിന്നീട് അവൻ ജയിൽ വിമോചനത്തിന് ശേഷം ഇയാളെ കാണുമ്പോൾ ഇയാളെ ഒരു കൈയില്ലാതെ കണ്ട് ഇരിക്കേണ്ടതായിട്ട് വരുന്നു. പിന്നീട് ഇവൻ്റെ മദ്യപാനങ്ങളെല്ലാം മുഴുവനും ഈ മനുഷ്യൻ്റെ ജീവിത അവസ്ഥയിൽ പശ്ചാത്തപിച്ചുകൊണ്ടാണ് അവൻ മദ്യപിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെയാണ് തിരുവനന്തപുരത്ത് നിന്ന് ജയിൽ സൂപ്രണ്ട് നേരെ എൻ്റെ അടുത്തേക്ക് ഇവനെ പറഞ്ഞു വിടുന്നൊരു സാഹചര്യം. അവൻ എൻ്റെ കൂടത്ത് വന്ന് നിൽക്കുമ്പോഴൊക്കെ എങ്ങനെയെങ്കിലും മാറണമെന്നൊരു ചിന്ത മനസ്സിലുണ്ടെങ്കിലും പെട്ടെന്ന് ഈ 10-20 ദിവസമായിട്ട് മദ്യം മയക്കുമരുന്നൊന്നും ഉപയോഗിക്കാതെ നിന്ന് കഴിഞ്ഞപ്പോൾ അവൻ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി. അപ്പം ഞാനുമായിട്ട്
കൂടെ സഹപ്രവർത്തകർ അവിടെ സ്നേഹതീരത്ത് താമസിച്ചിരുന്ന മക്കളുമായിട്ട് രണ്ടുപേരും പരസ്പരം വഴക്കിടുകയും തമ്മിത്തല്ലുണ്ടാക്കുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം. രാത്രി 12 മണിക്ക് തന്നെ അവനവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോഴും പറയുന്നൊരു കാര്യം ഇതാണ്, ബ്രദറെ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, ഇനി ഞാൻ ജയിലിലേക്ക് പോകുന്നത് എന്നെ ജയിലിൽ വെച്ച് ബ്രദറിനെ കാണാനായിട്ട് സാധിക്കത്തില്ല, തീർച്ചയായിട്ടും ഞാൻ രക്ഷപ്പെട്ട് നല്ലൊരു വ്യക്തിയായിട്ട് ബ്രദറിൻ്റെ മുമ്പിൽ വരും. പിന്നീട് ഞാൻ ഇതുവരെയായിട്ട് ഞാനും അവനുമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ലെങ്കിലും അവൻ്റെ ആ ഒരു തീഷ്ണത, ജീവിതത്തിൽ എന്തെങ്കിലും ഒരുപാട് തെറ്റ് ചെയ്താണ് ജീവിച്ചിട്ടുള്ളതെങ്കിലും ഒരു രക്ഷപ്പെടുന്ന നല്ലൊരു ജീവിതം അവൻ ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ജയിലധികാരികളും പോലീസും ഏറെ സന്തോഷപൂർവ്വമാണ് ഉമ്മച്ചനെപ്പറ്റി പറയുന്നത്. അർഹമായ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും നിയമപാലകർ ഈ മനുഷ്യൻ്റെ പ്രേക്ഷിത വേലയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നു. നീതിപീഠവും അതുപോലെ തന്നെ സമൂഹവും കൊടും കുറ്റവാളികളെന്ന നിലയിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു ജനവിഭാഗത്തെ, അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗത്തെ നല്ല വഴിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് സ്നേഹതീരം ഡയറക്ടർ ശ്രീ ഉമ്മച്ചൻ ചക്കൂരക്കൽ ഇവിടെ ചെയ്തു വരുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, സമൂഹത്തിലെ മുഴുവനും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വളരെ അഭിനന്ദിക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. ഒരു കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി പിന്നെ വീണ്ടും ആ തെറ്റ് ആവർത്തിക്കരുത്, വീണ്ടും ജയിലിലേക്ക് വരരുതെന്നാണ് ഡിപ്പാർട്ട്മെൻറ്റും സമൂഹവും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഈ ശ്രീ ഉമ്മച്ചൻ ചക്കൂരക്കൽ സ്നേഹതീരൻ ഡയറക്ടർ ചെയ്യുന്ന ഈ പ്രവൃത്തി ഡിപ്പാർട്ട്മെൻറ്റിന് വളരെ സഹായകരമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് തന്നെയാണ്. അത് ഏറ്റവും കൂടുതൽ ശ്ലാഘിക്കേണ്ട വേറൊരു കാര്യം തന്നെയാണ്. ശ്രീ ഉമ്മച്ചൻ സ്നേഹതീരൻ ഡയറക്ടർ നടത്തുന്ന പ്രവൃത്തികൾ ശ്ലാഘനീയമാണ്. വളരെയധികം പേർക്ക് ഉപകാരങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരുണ്ട്, ജയിലുകളിൽ എത്തിപ്പെടുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ വളരെയധികം താൽക്കാലികമായിട്ട് മാറ്റാർത്തപ്പെട്ട ആളുകളാണ്. അവർക്കൊരു എന്താ പറയുക, അവർക്ക് വേണ്ട ഒരു നല്ല നല്ല വാക്കുകൾ, കൗൺസിലിംഗ്, അവർക്ക് വേണ്ട ഒരു ആ ഡീമോറലൈസിങ് എഫക്റ്റ് ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ ഇതുപോലെയുള്ള ഇടപെടലുകൾ വളരെയധികം സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജയിൽ വിമോചനയുടെ പുനരധിവാസ കേന്ദ്രമൊക്കെ ഇദ്ദേഹം നടത്തുന്നുണ്ട്, അറിയാൻ സാധിച്ചിട്ടുണ്ട്. വളരെയധികം വിലയേറിയ സംരംഭങ്ങൾ തന്നെ അദ്ദേഹം നടത്തുന്നത്. സമൂഹവും നീതിപീഠവും കുറ്റവാളികളെ വിളിക്കപ്പെട്ടവരുടെ അഭയകേന്ദ്രമായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. അത് വളരെയധികം ഗുണപ്രദമാണ് സമൂഹത്തിന്. അത് നീണ്ടുപോകട്ടെ, എല്ലാവർക്കും അതിൻ്റെ ആനുകൂല്യങ്ങളും ഉപകാരങ്ങളും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയെ തിരിച്ച് നല്ല വഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായിട്ട് മറ്റൊരു പ്രവൃത്തിയാണ്. ഈ കാര്യത്തിൽ പലരും ശ്രദ്ധിക്കാറില്ല. പക്ഷേ സ്നേഹതീരം ഈ കാര്യത്തിൽ ഈ കുറ്റവാളികളെ തിരിച്ച് ജീവിതത്തിലേക്ക് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ചെയ്യുന്ന പ്രവൃത്തി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യമാണ്. ശ്രീ ഉമ്മച്ചൻ പി ചക്കുപുരക്കലിനെ എനിക്ക് നേരിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ജയിലിലെ അന്തേവാസികളുടെ റീഹാബിലിറ്റേഷനും കുറ്റവാളികളുടെ റീഹാബിലിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ജയിലിലെ അന്തേവാസിയായ പപ്പു എന്ന വ്യക്തിയെ റിലീസ് ചെയ്തപ്പോൾ കൂടെ പാർപ്പിക്കാൻ ആരും തയ്യാറല്ലായിരുന്ന സാഹചര്യത്തിൽ പപ്പുവിനെ സ്നേഹതീരത്തിൽ പ്രവേശിപ്പിക്കുകയും പപ്പുവിനെ ജീവിതമാർഗം കണ്ടെത്തുന്നതിന് മുൻകൈയെടുക്കുകയും ചെയ്തു. മാത്രമല്ല കുറ്റവാളികളായിരുന്ന 2 കുട്ടികളെ ഇദ്ദേഹം ജീവിതമാർഗം കണ്ടെത്തി കൊടുത്തിട്ടുണ്ട്. കുറ്റവാളികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ ചെയ്ത് പിടിക്കപ്പെടുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്രകാരമുള്ള ആൾക്കാരാണ് ഇപ്പോൾ ജയിലുകളിൽ കൂടുതലായി കണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് നിഹാർ എന്നൊരു കൊടും കഞ്ചാവ് കേസിലും അതുപോലെ റോബറി കേസിലും പ്രതിയായിട്ടൊരു വ്യക്തിയെ സബ് ജയിലിലും വീണ്ടും സെൻട്രൽ ജയിലിലും വന്ന് ശിക്ഷിച്ചായിരുന്നു, കോടതി ശിക്ഷിച്ചു. ഇപ്രകാരം ഉള്ള ഒരാളെ ഈ ഉമ്മച്ചൻ സ്നേഹതീരത്തിൻ്റെ ഡയറക്ടർ ഇടപെട്ട് മനസ്സാന്തരപ്പെടുത്തി എന്നുള്ളത് ഞങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ്. ജയിൽ വിമോചിതരെയും സമൂഹം തിരസ്കരിക്കപ്പെട്ടവരെയുമൊക്കെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ബഹുമാനപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തു തരുന്ന സഹായം വളരെ വലുതാണ്. പലപ്പോഴും തെരുവിൽ അലയപ്പെടുന്നവരെ ഞങ്ങളെ വിളിച്ചാൽ വരാതാകുമ്പോൾ ബഹുമാനപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് അവരെ കോടതിയിൽ ഹാജരാക്കുകയും കോടതിയുടെ സഹായത്തോടുകൂടി പുനരധിവസിച്ച് ചികിത്സിപ്പിച്ച് അവരെ വീണ്ടും പുനരധിവസിപ്പിക്കുവാനായിട്ടൊരു സാഹചര്യം ഒരുക്കി തരുന്ന വലിയൊരു സപ്പോർട്ട് ബഹുമാനപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് ഞങ്ങൾക്കുണ്ടാകുന്നത്.
ഈ ഒരു സംവിധാനത്തിൻ്റെ കീഴിലാണ് സ്നേഹതീരം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വളരെ ചുരുങ്ങിയ ഈ 10 വർഷത്തെ കാലയളവിൽ കേരളത്തിലെ മുഴുവൻ മേഖലയിൽ ജനങ്ങളുടെ ഇടയിലേക്കും സ്നേഹതീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ എത്തുവാനായിട്ട് കഴിഞ്ഞത്. പിന്നെ ഞങ്ങളുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് പ്രാർത്ഥന, ഇവിടുത്തെ ശുശ്രൂഷ 7 മണിക്ക്, പിന്നെ 12 മണിക്ക് പ്രാർത്ഥന, പിന്നെ 3 മണിക്ക്, പിന്നെ രാത്രി 7 മണിക്ക്, അങ്ങനെ അങ്ങ് എല്ലാ ദിവസങ്ങളിലും അങ്ങനെ പോകും. പിന്നെ പ്രത്യേകിച്ച് ആദ്യ വെള്ളിയാഴ്ച രാവിലെ മുതൽ ഉപവാസ പ്രാർത്ഥനയാണ്. രാവിലെ കുർബാന, രാവിലെ ജപമാല, അതിനുശേഷം കുരിശിൻ്റെ വഴി, കരണക്കൊന്ത, പിന്നെ കുർബാന, ആരാധന, അങ്ങനെ ഒരു 4-4:30 എല്ലാം അത് തീരും. പിന്നെ സെക്കൻഡ് സാറ്റർഡേ ഞങ്ങൾക്ക് ജയിലിൽ പ്രോഗ്രാമാണ്. രാവിലെ തുടങ്ങിയിട്ട് ഉച്ചവരെ 10 മണി 10:30 തൊട്ട് 1 മണി വരെ അവിടുത്തെ ശുശ്രൂഷ. പിന്നെ രണ്ടാമത്തെ ചൊവ്വാഴ്ച ഇവിടെ അഖണ്ഡ ജപമാലയുണ്ട്, അതിൽ കുർബാനയുണ്ട്. രാവിലെ 10 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് 4-4:30 തീരും, കുർബാനയോടുകൂടി തീരാറുണ്ട്. ഇത് മറിയാമ്മച്ചിയാണ്. മറിയാമ്മച്ചിയുടെ മകൻ ഒരു ആൻ്റണി മരിച്ചുപോയി. മറിയാമ്മച്ചിയുടെ ഭർത്താവ് ജോണ് ഒരു അജ്ഞാത വാഹനം പിടിച്ച് മരിച്ചു. അങ്ങനെ ഇപ്പോൾ മറിയാമ്മച്ചി ഒറ്റയ്ക്കാണ് മറിയാമ്മച്ചി ജീവിക്കുന്നത്. സ്നേഹതീരത്തിൻ്റെ ഒരു സംരക്ഷണയിലാണ്. മറിയാമ്മച്ചി ഞാൻ പരിചയപ്പെട്ടൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറിയാമ്മച്ചിയുടെ മകൻ ഒരിക്കൽ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ മറിയാമ്മച്ചി എൻ്റെ പുറകെ ഓടി വന്ന് എൻ്റെ കാലേ വീഴുക, എൻ്റെ മകനെ ഒന്ന് രക്ഷപ്പെടുത്തും. അപ്പോൾ ജയിലിൽ നിന്ന് ആരോ പറഞ്ഞ് ആ പോണ ആളെ കണ്ടാൽ കാര്യം നടക്കുമെന്ന് പറഞ്ഞിട്ട് മറിയാമ്മച്ചി ഓടി വരിക, സൂപ്രണ്ട് പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ അവനെ കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് മറിയാമ്മച്ചിയുടെ മകൻ വിശന്നിട്ട് ബസ്സിന് കല്ലെറിഞ്ഞു. അങ്ങനെ പൊതുമുതൽ നശിപ്പിച്ച കേസിൽ ആൾക്കാർ പിടിച്ചിടിച്ച് തല്ലുകയും പോലീസിനെ ഏൽപ്പിക്കുകയും പോലീസ് റിമാൻഡ് ചെയ്യുകയും ചെയ്ത. അങ്ങനെയാണ് മറിയാമ്മച്ചിയുടെ മോന് ഈ കുടുംബവുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടത്. അതിനുശേഷം മകനെ അവൻ്റെ നിസ്സഹായത മനസ്സിലാക്കി നമ്മൾ അവനെ ജാമ്യത്തിലിറക്കി. മറിയാമ്മച്ചിയെയും അമ്മച്ചിയെയും കൂടെ, മറിയാമ്മച്ചിയെയും ഈ ആൻ്റണിയെയും കൂടെ നമ്മൾ സ്നേഹതീരത്ത് കൊണ്ടുവന്ന് ആദ്യം വന്ന് താമസിക്കുക. അങ്ങനൊരു 6 മാസത്തെ മറിയാമ്മച്ചിയോട് താമസിപ്പിച്ചതിന് ശേഷം മറിയാമ്മച്ചിയുടെ വീട്ടിലേക്ക് തന്നെ ജീവിത പങ്കാളി ഭർത്താവിനെ ജോണിയേട്ടനെ വിളിപ്പിച്ച് അവരെ വീട്ടിലോട്ട് തന്നെ പറഞ്ഞയക്കുന്ന സാഹചര്യം. ഞങ്ങളുമായിട്ട് ഈ പരിചയപ്പെടുന്നതിനുള്ള തൊട്ട് മുമ്പുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറിയാമ്മച്ചി ഇവിടെ സെൻറ്റ് ആൻ്റണീസ് ഓർഫനേജ് അന്തോണീസ് ഉണ്ണിയാളുടെ നടയിൽ മകനുമായിട്ട് ഭിക്ഷയാചിച്ചിരുന്ന ഒരു ഫീഡ്ബാക്കാണ് മറിയാമ്മച്ചിക്കുള്ളത്. അപ്പോൾ നമ്മളുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം അത് പൂർണ്ണമായിട്ടും മറിയാമ്മച്ചി നിർത്തി അല്ലേ. ഇപ്പോൾ ആരുടെ മുമ്പിലും പോയി മറിയാമ്മച്ചി കൈ നീട്ടുന്നില്ല. ആ ഒരു അനുഗ്രഹമാണ്. മുമ്പൊക്കെ മറിയാമ്മച്ചിയുടെ വീട്ടിൽ പല ആൾക്കാരും ചെന്ന് രാത്രിയും പകലുമൊക്കെ മറിയാമ്മച്ചിയും മക്കളെയൊക്കെ ഉപദ്രവിക്കുകയാണ്. ഇപ്പോൾ സ്നേഹതീരത്തിൻ്റെ പ്രവർത്തകരുടെ ഒരു സഹകരണം ആ ഭവനത്തിന് ഉണ്ടായതിനു ശേഷം ആ പ്രദേശത്ത് എല്ലാവർക്കും മറിയാമ്മച്ചിയോട് വലിയ കാര്യമാണ്. മുമ്പൊരു കല്യാണം വന്നാൽ പോലും മറിയാമ്മച്ചി അറിയിക്കത്തില്ല. ഇന്ന് ആ കുടുംബത്തിൻ്റെ ചടങ്ങ് തുടങ്ങുന്നതിന് ആദ്യം മുതൽ തന്നെ എല്ലാ കാര്യങ്ങളും മറിയാമ്മച്ചി അറിയിക്കും, ഒപ്പം എന്നെയും അറിയിക്കും. അപ്പം അങ്ങനെ സ്നേഹതീരമായിട്ടുള്ള ആ ബന്ധം മറിയാമ്മച്ചിയുടെ ജീവിതത്തിന് വളരെ സഹായകരമായി. ഇപ്പോൾ മറിയാമ്മച്ചിയുടെ എല്ലാ കാര്യങ്ങളും സ്നേഹതീരത്തിൻ്റെ പ്രവർത്തകരും സാറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് മറിയാമ്മച്ചിയുടെ ഇപ്പോൾ വേണ്ട മകനെന്ന് പറയും, അപ്പനെന്ന് പറയും. അങ്ങനെ എല്ലാ തരത്തിലും നമ്മളൊരു സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു വാത്സല്യം മറിയാമ്മച്ചിയുടെ. ദൈവം ഓരോരുത്തരെയും അയക്കുന്നത് ഓരോ നിയോഗങ്ങൾക്കാണ്. അത് തിരിച്ചറിയുക അത്ര എളുപ്പവുമല്ല. അതിന് പ്രാർത്ഥനയും ധ്യാനവും ആവശ്യമാണ്. തിരിച്ചറിഞ്ഞാൽ അതിനെ നാം ദൈവവിളി എന്ന് പറയും. ഫിലിപ്പി 3:12 പറയുന്ന പോലെ കർത്താവ് എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു.
ആ ഒരു തിരിച്ചറിവ് ഈ മിനിസ്ട്രിയിലൂടെ എനിക്കുണ്ടായത്. ഈ ജയിൽ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെ തുടക്കത്തിൽ തന്നെ ഒരുപാട് ആശങ്കകൾ, അസ്വസ്ഥതകളൊക്കെ നമുക്ക് അനുഭവപ്പെടാം. കാരണം ശരിക്കും ദൈവീയമായ പദ്ധതികളിൽ നിന്നും വ്യതിചലിച്ച് ജീവിക്കുന്ന മക്കളുടെ ഇടയിലേക്ക് നമ്മൾ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നമെന്നാണ് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു നടക്കാത്ത സ്വപ്നം. ഒരിക്കൽ വളരെ ഫേമസായ ഒരു കൊലപാതക കേസിലെ പ്രതിക്ക് വേണ്ടിയിട്ട് ആ പ്രതി എൻ്റെ അടുത്ത് ജയിലിൽ ചെന്നപ്പോൾ ചോദിച്ചു, എനിക്ക് ഒരു പൊതി ബിരിയാണി കഴിക്കണം എന്നൊരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് ചോദിച്ച് നമ്മുടെ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളുടെ ഇനിഷ്യൽ സ്റ്റേജാണ്. അപ്പോൾ വലിയ ആവേശത്തിലാണ്. ഇത് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അത് മോശമാണല്ലോ, പിന്നെ ജയിലിലോട്ട് ചെല്ലാൻ പറ്റത്തില്ലല്ലോ എന്നൊരു ചിന്ത വളരെയേറെ അസ്വസ്ഥപ്പെടുത്തി. അപ്പോൾ തമ്പുരാനോട് ഈ പ്രാർത്ഥിക്കുക, അവനൊരു പൊതി ബിരിയാണി കൊടുക്കണം. ജയിലിലാണെങ്കിൽ ഈ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളൊന്നും ജയിലിനകത്ത് കൊടുക്കാനും പറ്റത്തില്ല. ജയിലിനകത്ത് നമ്മളൊരു പ്രപ്പോസൽ വെച്ച് കഴിഞ്ഞാൽ അത് നടപ്പിലാക്കി കൊടുക്കുവാൻ അവർക്ക് സർക്കാരിൻ്റെ ചില മെനു ഉണ്ട്, അതനുസരിച്ച് മാത്രമേ ഫുഡ് അതിനകത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കർത്താവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സൂപ്രണ്ട് വന്നിട്ട് പറഞ്ഞ്, ക്രിസ്മസിന് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, പിന്നെ ഒരു പണി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നിങ്ങൾ അതിന് ചെയ്തുകൊണ്ട് വന്ന് കൊടുത്തോളാൻ പറഞ്ഞു. ഈ ഒരു മകൻ്റെ ആഗ്രഹം കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് അതിനകത്തുണ്ടായിരുന്ന 110 പേരാണ്. ആ 110 പേർക്കും ബിരിയാണി വെച്ച് കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ 110 പേർക്ക് തമ്പുരാൻ 5000 പേർക്ക് കൊടുത്തതുപോലെ തന്നെ ആ ഒരു സമൃദ്ധി. കാരണം തമ്പുരാൻ ആ കുറ്റവാളികളായ മക്കളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു സമൃദ്ധി. തിരിച്ച് ഞാൻ ആ കുറ്റവാളി പിന്നീട് എനിക്ക് കാണാൻ കഴിയും. അവനെ സെൻട്രൽ ജയിലിലോട്ടൊക്കെ പോയി സെൻട്രൽ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നൊരു സാഹചര്യത്തിൽ അവൻ എന്നെ വന്ന് അവൻ്റെ വിവാഹം വന്ന് ക്ഷണിക്കുകയും പിന്നെ ഞങ്ങൾ പിന്നീട് ആ പഴയ കാര്യങ്ങൾക്കൊന്നുമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കേസിലെ പ്രതിയാണ്. അപ്പോൾ ആ പ്രതി കേസ് സമ്മതിക്കുക, ഞങ്ങളാണ് അത് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഒരിക്കലും തെളിയാതിരുന്നൊരു കേസിൽ ഇവൻ നമ്മുടെ കൗൺസിലിങ്ങിലൂടെ അവൻ ആ കേസിലെ പിന്നെ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ട് കേസിലെ മാപ്പ് സാക്ഷിയായിട്ട് മാറി. അതിലൂടെ ആ മകന് മുടങ്ങിപ്പോകാമായിരുന്നു. വിവാഹം ഉറപ്പിച്ചതിന് ശേഷമാണ് ഈ കേസിലെ പ്രതിയാകുന്നത്. അപ്പം കല്യാണം വേണ്ട, വീട്ടുകാർ സമ്മതിക്കാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷെ ആ പെണ്ണ് പറഞ്ഞ് ആ കേസിൻ്റെ ഉത്തരവാദിത്വം അയാൾ കോടതിയോട് തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ ഇനി അത് തെറ്റ് ചെയ്യത്തില്ല, അയാൾ മാപ്പ് സാക്ഷിയായ സാഹചര്യത്തിൽ ആ ചെറുക്കനെ വിവാഹം കഴിക്കാൻ ഞങ്ങളെല്ലാവരും കൂടെ പോയി അവൻ്റെ വിവാഹവും നടത്തി കൊടുത്തു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ പൊതുവേ എൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഇച്ചിരി മുൻകോപമുള്ളൊരു സ്വഭാവക്കാരൻ. അപ്പോൾ യാതൊരു കാരണവശാലും ഈ ക്രിമിനൽസിൻ്റെ സ്വഭാവവും എൻ്റെ സ്വഭാവവുമായിട്ട് ഒരു വിധത്തിലും പൊരുത്തപ്പെടുത്തില്ല. അപ്പോൾ എന്നിട്ടും തമ്പുരാൻ ഇങ്ങനെ കൊണ്ടുവരുന്നു. ഓരോ മാസത്തിലെയും അല്ലെങ്കിൽ ഓരോ ദിവസത്തെയും ഈ ജയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വപ്നങ്ങൾ നമ്മൾ പ്രവർത്തനങ്ങളുടെ മേലേക്ക് അടുക്കും തോറും തമ്പുരാൻ നമ്മളെ ഒരു വലിയൊരു ക്ഷമയെന്ന പുണ്യം നൽകുന്ന ഒരു അനുഭവം എനിക്ക് ഫീൽ ചെയ്യാനുണ്ടായി. ഒരു ദിവസം എൻ്റെ ഒരു ജീസസ് ഫ്രട്ടേണിറ്റിയുടെ നാഷണൽ മിനിസ്ട്രി, പ്രസന്റ് മിനിസ്ട്രി ഇന്ത്യയുടെ നാഷണൽ കോൺഫറൻസിൽ നാഗ്പൂരിൽ വെച്ച് നടക്കുമ്പോൾ അവിടെ കൂടിയിരുന്ന വൈദികരുടെ ആ ഒരു മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ തടവുകാരെക്കുറിച്ചുള്ള എൻ്റെ സ്വപ്നമാണ് തമ്പുരാൻ യാഥാർത്ഥ്യമാക്കുന്നത്. ആ സ്വപ്നം എന്ന ഒരു വാക്ക് തുടർന്ന് നടത്തിയ മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത അച്ഛന്മാരെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്. നമ്മളൊക്കെ സ്വപ്നമുള്ളവരായിരിക്കണം. അന്ന് ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ദേവദാസി റാണി മരിയയെ കുത്തി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ പ്രതി നഥുറാം സിംഗ്, അദ്ദേഹം പോലും ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തുവാനായിട്ട് വന്നു കഴിഞ്ഞാൽ മാനസാന്തരപ്പെട്ട് ജയിലിൽ പോയി സന്ദർശിച്ച ഫാദർ സച്ചിദാനന്ദനും ഒക്കെ പറഞ്ഞു, എന്നുവെച്ചാൽ ആ ഈ സ്വപ്നമാണ് ഇനി ഞങ്ങൾ പിന്തുടരുന്നത്. പക്ഷെ അതൊക്കെ ആ കാലഘട്ടങ്ങളിലെ ബഹുമാനപ്പെട്ട പുരോഹിതരുടെ ആ ഒരു പ്രോത്സാഹനജനമായ ഇടപെടലുകൾ തീർച്ചയായിട്ടും ആലപ്പുഴ മിനിസ്ട്രിയുടെ ഫ്രണ്ട്സ് ഓഫ് റിന്യൂവൽ ഇന്ത്യയുടെയും സ്നേഹതീരത്തിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ആവേശം പകരുന്നതായിരുന്നു. എന്നിലെ ക്ഷമ തന്നെ എനിക്ക് പലപ്പോഴും മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നു. ഞാൻ ക്ഷമിക്കുന്ന വ്യക്തിയായി മാറുന്നു എന്ന തിരിച്ചറിവ് ഞാൻ നമ്മുടെ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനോടും ഒക്കെ ഞങ്ങൾ പങ്കുവെക്കാറ്. നമ്മുടെ ഈ മിനിസ്ട്രി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ദൈവികമായ സമ്പത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷമിക്കുവാനുള്ള വലിയൊരു കൃപ ഈശോ നമുക്ക് തരുന്നു. ആ ക്ഷമയാണ് ഈ മിനിസ്ട്രിയെ ഇന്ന് മുന്നോട്ട് നയിക്കുന്നത്. ഉമ്മച്ചനിലൂടെ ദൈവം നിറവേറ്റുന്നത് തൻ്റെ വാഗ്ദാനമാണ്.
ഞാൻ നിങ്ങളെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിക്കും. പക്ഷേ ഇത്ര ഒരു മേഖലകളിൽ ഏതൊരു ജീവിത പങ്കാളിയും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു കാര്യമാണ്. കാരണം എന്നെപ്പോലെ ഒരുപക്ഷെ രാവിലെ ഇറങ്ങിയ ഒരു കാര്യത്തിനും വീട്ടിലെ കാര്യങ്ങൾക്ക് ഒരിക്കലും കൃത്യസമയത്ത് എത്താൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്. ഇനി എത്രയൊക്കെ വീട്ടിലെ കാര്യങ്ങൾ കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ പോലും മിനിസ്ട്രിയുടെ ഗൗരവം ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഭാര്യയ്ക്കോ മക്കൾക്കോ യാതൊരുവിധ പരാതിയും അതിനകത്ത് പറയാറില്ല. പലപ്പോഴും ഞാൻ എൻ്റെ കുടുംബം എനിക്ക് മിനിസ്ട്രിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ പറയാൻ കാരണം, ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന പല സ്ത്രീകളും എന്നെ കാണാൻ വരുന്നുവെങ്കിൽ എൻ്റെ കൂടെ 2 ദിവസം നിൽക്കാൻ വരുന്നത് ആദ്യം എൻ്റെ വീട്ടിൽ വന്ന് നിന്നതിന് ശേഷമാണ് അവർക്ക് വേറെ എവിടെയെങ്കിലും ഒരു റീഹാബിലിറ്റേഷൻ. കാരണം നമ്മൾ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമായിരിക്കും വിളിച്ച് പറയുന്നത് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി പോകാൻ സ്ഥലമില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവരെ അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എൻ്റെ കൂടെയുള്ള ചേച്ചി വിളിച്ച് പറയും ജയിലിൻ്റെ വാതിക്ക് ഇന്ന ആൾ നിൽക്കുന്നു. അപ്പോൾ ചേച്ചി പെട്ടെന്ന് ഓട്ടോറിക്ഷയിൽ പോയി അവരെ വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ പെട്ടെന്ന് ആദ്യം കൊണ്ടുവരുന്നത് നേരെ വീട്ടിലോട്ടായിരിക്കും. വീട്ടിൽ കൊണ്ടുവന്ന് അവരെ ഒന്ന് ഫ്രഷ് ആക്കിച്ച് വൈഫിൻ്റെ ഒരു സാരി എടുത്തൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഈ വരുന്ന ആൾക്കാരുടെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ പീഡന കേസിലെ പ്രതികൾ, അല്ലെങ്കിൽ വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ടിട്ടുള്ളവർ, അല്ലെങ്കിൽ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ളവർ. അപ്പോൾ ഈ കാറ്റഗറിയിൽപ്പെട്ടവരായി വരുന്നത് കൊണ്ടാണ് ഇവരെ സമൂഹം പെട്ടെന്ന് എടുക്കത്തില്ല. അവർ ഭാര്യയും മക്കളൊക്കെ ഭർത്താവും മക്കളുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് വീട്ടിലോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. ഈ വരുന്നവരെ കുറ്റവാളികളായിട്ട് കാണുന്നില്ല. ഇവിടെ തന്നെ നമ്മളിവിടെ അപ്പനെയും മകനെയും കൂടെ നമ്മളിവിടെ താമസിപ്പിച്ചിട്ടുണ്ട്, കേസ് റിലേറ്റഡ് ആയി വന്ന്. പക്ഷേ കുഞ്ഞിനെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റാതിരുന്നത് കൊണ്ട് കുഞ്ഞിനെ നേരെ നമ്മുടെ വീട്ടിലോട്ട് കാൺകുട്ടിയാണ് നമ്മളെ വീട്ടിലോട്ടാക്കും. അപ്പോൾ അവർ അവരുടെ വസ്ത്രങ്ങൾ ഷെയർ ചെയ്യുക, അവന് ആവശ്യമായതെല്ലാം കൊടുക്കുക. തുടർന്നുള്ള അവൻ്റെ കാര്യത്തിൽ എന്നെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് എനിക്ക് മക്കളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അവരെന്നേക്കാൾ കൂടുതൽ സ്പിരിച്വൽ ആയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം എൻ്റെ ശുശ്രൂഷയെ അവർ ബഹുമാനിക്കുകയും മാനിക്കുകയും ചെയ്യുന്നു. ആ ഒരു ഗിഫ്റ്റ് തമ്പുരാൻ അവർക്ക് കൊടുത്തതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ എന്നെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം അല്ലായെങ്കിൽ എനിക്ക് ഈ ശുശ്രൂഷ ഒരു ദിവസം പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം നമ്മൾ കുടുംബത്തിലെ കാര്യങ്ങൾ എത്രയൊക്കെ ഗൗരവത്തോടുകൂടി ചെയ്തെന്ന് പറഞ്ഞാലും അവർക്ക് നഷ്ടപ്പെടുന്ന ചില സ്നേഹമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഒരു ദിവസത്തിലെ അരമണിക്കൂർ എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടൈമാണ് എനിക്ക് എൻ്റെ മക്കളുമായിട്ടിരിക്കാൻ കിട്ടുന്നത്. അത് ഒരുപക്ഷെ മൂത്ത ഇളയാൾ ട്യൂഷൻ പോയിട്ട് വരുന്നത് 8 മണി തൊട്ട് 9 മണി വരെയുള്ള ടൈം. ഈ 8-9 മണി വരെയുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കൊരു ധ്യാനം കൂടുന്നൊരു അനുഭവമാണ്. കാരണം ആ സമയത്താണ് ഞങ്ങൾ എല്ലാവരും ചായ കുടിക്കാനിരിക്കും, ഞങ്ങൾ 4 പേരും കൂടെ. ആ സമയത്ത് വേറെ ഫോൺ വന്നാൽ പോലും അവന്മാർ എടുപ്പിക്കുന്നത്, കാരണം ഇച്ചിരി സംസാരിക്കാൻ കിട്ടുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് ആ ടൈമിലാണ്. ഇനി അദൃശ്യമായിട്ട് വൈകിട്ട് ഇച്ചിരി പിള്ളേർ ഉറങ്ങുന്നതിന് മുമ്പ് ഇച്ചിരി നേരത്തെ ചെന്നാൽ ആ സമയം അവർ മാക്സിമം ഞാനുമായിട്ട് ഷെയർ ചെയ്യാനും നമ്മളുമായിട്ട് ഇന്നത്തെ സർവീസിനെ കുറിച്ച് മനസ്സിലാക്കാനും അതുപോലെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ തിരക്കാനും അവരതിനകത്ത് ആനന്ദം കഴിയും. എൻ്റെ ഒരു സമയം, എൻ്റെ ഒരു പ്രസൻറ്റ് കണ്ടീഷൻ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ എൻ്റെ ഒരു സാന്നിധ്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഉത്സവമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൻ്റെ ഈ പ്രേക്ഷിത വേലയിൽ താങ്ങും തണലുമായി കുടുംബവും ധൈര്യം പകർന്നുകൊണ്ട് സഭയും തന്നോടൊപ്പം നിൽക്കുന്നതിൽ ഈ മനുഷ്യൻ ദൈവത്തോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ ഒരിക്കലും സഭയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. കാരണം ഞാനൊരു പ്രയറും കാര്യങ്ങളും ഒരു പ്രാർത്ഥനയൊക്കെ പഠിക്കുന്നത് പോലും ഏതാണ്ടൊരു 29-30 വയസ്സ് പ്രായത്തിലാണ് ആ പ്രാർത്ഥനയോടൊക്കെ പ്രാർത്ഥിക്കണമെന്നൊരു ചിന്തയും ഒക്കെ ഉണ്ടാകുന്നത്. കാരണം അതിന് മുമ്പ് വരെ വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ ഞാൻ കൈകൊണ്ടെടുത്തിട്ടുള്ളത് അതിനകത്ത് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരു ഘട്ടത്തിൽ ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന് ചോദിക്കുന്ന ആ വാക്കിന് വളരെ ദുർവ്യാഖ്യാനം ചെയ്ത് പലർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ ബൈബിള് ആദ്യം എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് വളരെ ആവേശത്തോടു കൂടി പരിശുദ്ധ അമ്മയുടെ മഹത്വത്തെക്കുറിച്ച്, അത് സഭയുടെ മാതാവാണെന്നും നമ്മുടെ തിരുക്കുടുംബത്തിൻ്റെ മാതാവാണെന്നും അമ്മയുടെ കരം പിടിക്കാതെ കണ്ട് നമുക്കൊരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നും വിശുദ്ധ ജോസഫ് മെൻഡസിനോട് ഈശോ സംസാരിക്കുന്നൊരു വാക്കിനകത്ത് ഇപ്രകാരം തന്നെ പറയുന്നത്, പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് വേണം നീ സഞ്ചരിക്കാൻ. ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷവും ആ ഒരു പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് മുന്നോട്ട് നടക്കുന്നൊരു അനുഭവമാണ് എനിക്കുണ്ടായിട്ട്. ഈ ശുശ്രൂഷ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും ഈ ജയിൽ മിനിസ്ട്രി എന്ന പ്രവർത്തന മേഖലകളെ സ്വന്തമാക്കുമ്പോഴുമൊക്കെ അതിൻ്റെ പിന്നിൽ സഭയുടെ വലിയൊരു പ്രോത്സാഹനം.
കാരണം ആദ്യഘട്ടങ്ങളിൽ തുടങ്ങുന്നത് ഫ്രണ്ട്സ് ഓഫ് റിന്യൂവൽ ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ജയിൽ മിനിസ്റ്ററുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെങ്കിലും പിന്നീട് കേരള കത്തോലിക്ക സഭയിലെ ജീസസ് ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഫാദർ ജോസ് കാരേക്കാട്ടച്ചൻ്റെയും ജോയി തറകലച്ചൻ്റെയും ജോയി ചേറാടി അച്ഛൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ ആലപ്പുഴയിലെ പ്രവർത്തനങ്ങൾ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സഭയിൽ അങ്ങനെ എത്രയും പെട്ടെന്ന് എത്തത്തക്ക തരത്തിൽ ഞങ്ങളുടെ ശുശ്രൂഷയെ കണ്ടിരുന്നു എന്നുള്ളതാണ്. അവർ ഞങ്ങളെ അന്വേഷിച്ച് വരുമ്പോഴും വന്ന് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രോത്സാഹനങ്ങളും. കാരണം ആദ്യഘട്ടങ്ങളിൽ ആലപ്പുഴയുടെ പിന്നെ കേരളത്തിലെ പൊതുവേ ഒരു സ്ഥിതി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ ആലപ്പുഴ. അപ്പോൾ അവിടെ വളരെ എൻ്റെ കൂടെ നിൽക്കുന്ന പ്രവർത്തകരൊക്കെ ആണെങ്കിലും കൂലിവേലക്കാരും CDSൻ്റെ പ്രവർത്തകരും പിന്നെ മുനിസിപ്പാലിറ്റി ജീവനക്കാരുമൊക്കെ. അപ്പോൾ അവരുടെ ചെറിയ ദശാംശം കൊണ്ടാണ് ഈ മിനിസ്റ്റർ നടന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ എറണാകുളത്ത് നിന്ന് ജീസസ് ഫ്രട്ടേണിറ്റിയുടെ സഭയുടെ ഔദ്യോഗികപ്പെട്ട ആൾക്കാർ വന്നിച്ച് വലിയ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്കതൊന്നും ഏറ്റെടുക്കാനായിട്ട് സാമ്പത്തിക സ്ഥിതി ഇല്ല എന്നൊരു ചിന്ത ഞങ്ങളുടെ മനസ്സിലുണ്ടാകുന്നു. പക്ഷേ അവരുടെ ആ ഒരു സപ്പോർട്ട്, ബഹുമാനപ്പെട്ട വൈദികരുടെ ഒരു സപ്പോർട്ട് വലിയ ഒരു അനുഗ്രഹമായിട്ട് തോന്നും. അപ്പോൾ അതില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കാണുന്ന സ്നേഹതീരം ഉണ്ടാകത്തില്ല. ഉമ്മച്ചനിലൂടെ ദൈവം നിറവേറ്റുന്നത് വലിയ കാര്യങ്ങളാണ്. അത് നമുക്കും ബാധകമാണ്. കണ്ടില്ലെന്ന് കരുതി മാറി നിൽക്കാൻ നമുക്കാവില്ല. അയച്ചവൻ നമ്മെ വിളിക്കുന്നു. ദരിദ്രരോട് സുവിശേഷം പറയാൻ, അവൻ്റെ കാരാഗൃഹത്തിൽ, നഗ്നതയിൽ, വിശപ്പിൽ, രോഗത്തിൽ അവനോടൊപ്പമായിരിക്കാൻ യേശു നമ്മെ വിളിക്കുന്നു.